ഇപ്പൊ ഒരു ചേച്ചി പോയില്ലേ, ആടിമുടി സ്വർണം കൊണ്ടുണ്ടാക്കിയ പോലെ ആടി ഒലഞ്ഞോണ്ട് വരണം. അവരെന്തിനാ വന്നിട്ട് പോയ ചേട്ടാ? നിങ്ങക്ക് വല്ല ആവശ്യമുണ്ടെ പറഞ്ഞാ മതി, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം ചോദിക്കുന്നത് എന്തിനാ? അത് ശരിയല്ലല്ലോ. രണ്ടും കൊള്ളാം. അല്ലടി, അങ്ങനെ പറയാൻ പറ്റാത്തത് എന്തായിരിക്കും? അല്ലെങ്കിൽ തന്നെ ആ പ്രിയമ്പത ഒരു പേരും കള്ളിയാ. ആരും അറിയാത്ത എന്തോ ഒരു പണി അവൾ ഒപ്പിക്കുന്നുണ്ട്. ദേ കള്ളൻ ചെമ്പ് പുറത്തുനിന്ന് പണ്ടാരോ പറഞ്ഞതാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ഇവളുടെ ചെമ്പ് വെളുക്കാനും ഒത്തിരി നാളൊന്നും വേണ്ടി വരില്ല. നമുക്ക് പോവാം, വാ. ഭഗവാനെ, മിഥുനെന്താ ഇപ്പഴിങ്ങി പോന്നേ? മേഘനയെ വല്ലോ അന്വേഷിച്ചാലോ? ഞാൻ പറഞ്ഞേക്കാം. ജയേട്ടാ, എന്ത് ജയേട്ടനൊരു ടെൻഷൻ പോലെ? എനിക്കോ ടെൻഷൻ ഒന്നുമില്ലല്ലോ, നിനക്ക് തോന്നിയതാവും. ഇത്രയും നാള് ജയേട്ടന്റെ കൂടെ ജീവിച്ചെനിക്ക് ജയേട്ടന്റെ ഓരോ ഭാവമാറ്റവും മനസ്സിലാക്കാൻ കഴിയില്ലേ? ആ പറഞ്ഞത് ശരിയാരുണിമേ, ഈയിടെയായിട്ട് ഇവന് ടെൻഷൻ കുറച്ച് കൂടുതലാ. എന്താന്ന് ചോദിച്ചാൽ നിന്ന് വരുങ്ങും, എന്നിട്ട് ഒന്നുമില്ലാന്ന് ഭാവിക്കുകയും ചെയ്യും. ഇവന്റെ കാര്യമൊക്കെ കണ്ടാ നമുക്ക് മനസ്സിലാകും. ഓ അമ്മേ, ടെൻഷനാണേ ടെൻഷനാണെന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതിരുന്നാ മതി. ആ പറയൂ രാധിക, എന്താ? എന്താ ഡാഡിക്ക് ടെൻഷൻ? ഈ പെണ്ണുങ്ങൾക്കൊന്നും വേറെ പണിയില്ലാണ്ട് പറയണതല്ലേ, നീ അവരോട് കൂടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്താ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് പോന്നേ? ഒന്നുമില്ല ഡാഡ്, ഇന്ന് വലിയ പണിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയതാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഡാഡ്, മേഘന എവിടെ പോയിരിക്കുക? അവളിവിടെ ഇല്ലെന്ന് അവന് മനസ്സിലായോ? എന്തു പറ്റി ഡാഡ്? മേഘന വീട്ടിൽ തന്നെ ഇല്ലേ? അവളെ എവിടെ പോവാനാ, മുറിക്കകത്ത കാലം കാണും. അതിന് അവളുടെ റൂമിന്റെ ഡോർ ക്ലോസ്ഡ് ആണല്ലോ. വയ്യല്ലോടാ, അതുകൊണ്ട് കിടക്കുകയായിരിക്കും. ശരി, എന്നാ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ മാഡം, വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ, എന്താ വല്ല പ്രശ്നമുണ്ടോ? മോളെ മേഘനെ, മിഥുൻ ഓഫീസിൽ നിന്ന് നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. നീ എവിടെയാണെന്നും ചോദിച്ചു. നീ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിൽ നീ പുറത്തേക്ക് പോയ കാര്യം അവൻ അറിയും മോളെ. ഇവിടെ ഉള്ളവരൊരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. കഴിയുന്നത്ര പെട്ടെന്ന് നീ വീട്ടിലേക്ക് എത്താൻ നോക്കുമോളെ. ഞാനും നേരത്തെ ഇറങ്ങാൻ വേണ്ടി തയ്യാറായതാ. ഈ മഞ്ചേരി ഇടങ്കോലിട്ടോണ്ടിരിക്കാം. അവൾ എന്നെ ഇവിടുന്ന് വിടുന്നില്ല. മരപ്പൂർവ്വം അവൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കാം. അവളോട് എന്തെങ്കിലും നുണ പറഞ്ഞ് നീ മുങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ മിഥുന് വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങളുണ്ടാവും. ഞാൻ നോക്കട്ടെ അച്ഛാ, എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് തടി തപ്പാം. ഓക്കെ, ശരി. മാഡം, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോണായിരുന്നു. വന്നത് തന്നെ ലേറ്റ് ആയിട്ടാ. എന്നാ പിന്നെ ഓഫീസ് ടൈം കഴിയുന്നവരെങ്കിലും ഇരുന്നൂടെ? സോറി മാഡം, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. ഇപ്പൊ പോവാതിരുന്ന ശരിയാവില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? അനുസരിക്കാതെ ഇറങ്ങി പോവോ നീ? ഇങ്ങനെയുള്ള വേഷം കെട്ടുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. പിന്നെ ബോസിന്റെ ഗുഡ് ബുക്സിൽ കയറിയെന്ന് കരുതി ഓഫീസിൽ നിന്റെ തോന്നിവാസം നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഈ
ഓഫീസിൽ അതിന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളെ പോലെ നീയും അതെല്ലാം അനുസരിക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നേ? ചെന്ന് പണി നോക്ക്. എന്നാ പിന്നെ ശരി മാഡം, ഞാൻ മിഥുൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ പെർമിഷൻ തരികയാണെങ്കിലോ? ഞാൻ പോവണോ അതോ മേഡം പറഞ്ഞ പോലെ ഇവിടെ തന്നെ നിൽക്കണോന്ന് അദ്ദേഹം പറയട്ടെ. ലക്കി, ഞാൻ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ കിടന്ന് നീ മിഥുനോട് ചോദിക്കുമല്ലേ? എന്റെ വാക്കിന് വിലയില്ലാത്തതാണോ അതോ നീ വിചാരിക്കുന്നതല്ലേ ഇവിടെ നടത്താന്നുള്ള ചിന്തയാണോ? ഞാൻ ചെയ്യുന്ന തൊഴിലിനെയോ ശമ്പളം തരുന്ന മുതലാളിമാരെയും ഞാൻ അപമാനിക്കാറില്ല. അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അനുവാദം തരേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതും കമ്പനിയുടെ റൂൾസ് തന്നെയല്ലേ. അതേക്കുറിച്ച് മേഡം ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാന്ന് പറഞ്ഞത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിനക്ക് പെർമിഷൻ തരാം, പോയിക്കോ. ഈ മേഘനന്ദയുടെ അഹങ്കാരം ദിവസം ചെല്ലുന്തോറും കൂടുന്നുണ്ട്. ഇവളുടെ ഈ അഹംഭാവത്തിന് ഇരിപ്പതൊന്ന് കൊടുത്താലേ നടപടിയാവൂ. എന്റെ ഭഗവാനെ, മേഘനയുടെ റൂമിന്റെ അടുത്തേക്കാണല്ലോ അവൻ പോകുന്നേ. അവിടെ മേഘന ഇല്ലെന്ന് അറിഞ്ഞാ പിന്നെ അത് മതി. മേഘനെ, 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 സുദീപ്, സുദീപ്. എന്താണ് മിഥുനേട്ടാ? മേഘന ഇവിടെ ഇല്ലേ? എവിടെ പോയതാ? എനിക്കറിയില്ല മിഥുനേട്ടാ, എന്നോട് പറഞ്ഞില്ല. മേഘന ചേച്ചിയെ ഒത്തിരി നേരമായിട്ട് കാണാനില്ല. ഒത്തിരി നേരമായിട്ട് കാണാനില്ലെന്നോ? നീ അവിടെ എവിടെയാന്ന് ചെന്ന് നോക്കി. ശരി മിഥുനേട്ടാ, ഇപ്പൊ നോക്കാം. ഈ പെണ്ണ് ഇതുവരെ വന്നില്ലല്ലോ. ഒന്ന് പെട്ടെന്ന് എത്തിയാ മതിയായിരുന്നു. എന്ത് പറ്റി ഡാഡ്? ഡാഡിന് എന്തോ ഒരു വല്ലായ്മ പോലെ നിൽക്കുന്നേ. ഒന്നുമില്ല മിഥുൻ. മിഥുനേട്ടാ, മേഘന ചേച്ചി വീട്ടിലെവിടെ ഇല്ല കേട്ടോ. അവൾ ഈ വീട്ടിൽ എവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കും? അറിയില്ല കേട്ടോ. ഓക്കെ, നീ പൊയ്ക്കോളൂ. ആയിക്കോട്ടെ. മേഘന തമ്പുരാട്ടി ഏത് കൊട്ടാരത്തിലേക്കാണാവോ എഴുന്നള്ളിയത്? ഇരുചെവി അറിയാതെ രഹസ്യമായി അവൾ എങ്ങോട്ടോ മുങ്ങിയിരിക്കുക. വാടിന്ന് പറഞ്ഞ പോടിന്ന് പറയുന്ന പ്രകൃതോ. എല്ലില്ലാത്ത നാക്കും വളച്ചോണ്ട് ഒടുവിൽ എന്തെങ്കിലും ഒരു നുണയും പറഞ്ഞോണ്ട് വരും. അവളുടെ ഈ പോക്ക് നമ്മുടെ കുടുംബത്തെ എവിടെ കൊണ്ട് എത്തിക്കുമെന്തോ. ആരെന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ല അവക്ക്. തോന്നിയാസത്തിന് എന്തും ചെയ്യും, എവിടെയും പോവും. ഇതിപ്പോ അതിര് കടന്നോണ്ടിരിക്കുകയാണല്ലോ. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒരു വാക്ക് പറയണമെന്ന് അവക്ക് തോന്നുന്നുണ്ടോ? അതിനിപ്പോ എന്താ കുഴപ്പം? അവള് വല്ല അത്യാവശ്യമായിട്ട് പോയതായിരിക്കും. അവൾ എവിടെ പോയാലും സ്വീകരിക്കാൻ ഒരുപക്ഷെ നീ തയ്യാറായിരിക്കും മിഥുൻ, പക്ഷെ ഞങ്ങൾക്കാവില്ല.
വയ്യാത്ത കൈയും വെച്ച് ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കാൻ നീയല്ലേ അവളോട് പറഞ്ഞത്? എന്നിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാതെ എന്ത് മല മറിക്കാൻ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അരുണിമേ, ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ? ഇതിന്റെ പേരിൽ ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഇത് പ്രശ്നം ഉണ്ടാക്കലല്ല ജയേട്ടാ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത മേഘനയുടെ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു മിനിറ്റ് നിൽക്കുമോ? ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോ, കുറച്ച് തിരക്കുണ്ട്. എന്തുപറ്റി മിഥുൻ? അവള് കോൾ എടുക്കുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞേ, എവിടെ പോന്നെന്നും ആരോടും പറയില്ല, വിളിച്ചാലോട്ട് ഫോണും എടുക്കില്ല. എന്നിട്ട് അവളെ ഓർത്ത് നമ്മളെല്ലാവരും ഇവിടെ പദം പെറുക്കിക്കൊണ്ടിരുന്നോളണം. എന്തൊരു ഗതികേടാ ചേച്ചി ഇത്. ജേട്ടൻ കണ്ടില്ലേ, തമ്പുരാട്ടി തോന്നുന്ന സമയത്ത് ഇറങ്ങി പോവും, അവൾക്ക് തോന്നുന്ന സമയത്ത് കയറിയും വരും. എന്നിട്ട് ഒടുവിലെന്തോ പോലീസുകാരും വക്കീലും കയറി വന്ന് മേഘന എവിടെ പോയി, അവളെ നിങ്ങൾ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് നമ്മളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. എന്തൊരു നാണം കെട്ട ജീവിത ജയേട്ട ഇതൊക്കെ. അവളുടെ തോന്നിവാസത്തിന് നമ്മൾ ഉത്തരം പറയേണ്ട അവസ്ഥയുള്ള. അവള് ഫോൺ എടുക്കാതിരുന്ന നമ്മളെയാണ് സംശയിക്കുന്നത്. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും പോലീസ് ജീപ്പ് മണിക്കൂറുകളോളം നമ്മുടെ നടയില്. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊന്നും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. എത്ര പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാ ഇതിവിടെ ശരിയാവില്ല ജയേട്ടാ. നീ ഒന്ന് അടങ്ങരുടിമേ. എന്തത്യാവശ്യത്തിന് പോയതാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടല്ലടാ ജയദേവ, ഇനി അത്യാവശ്യമാണ്, പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും പോണോന്നാണെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? അരുണിമ പറഞ്ഞതുപോലെ പെട്ടെന്ന് പോലീസ് എങ്ങാനും കേറി വന്നാ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതല്ലേ? അങ്ങനെ ചോദിക്കണോ അമ്മേ? കണ്ണു അടച്ച് മേഘനയെ സപ്പോർട്ട് ചെയ്യുന്ന ജയദേവേട്ടൻ അവള് തെറ്റിയുമ്പോ അത് ചൂണ്ടിക്കാണിക്കാനും ചോദിക്കാനും കൂടി തയ്യാറാവണം. ദേ വന്നല്ലോ മേഘന. ഈ സുദീപ് എവിടെയാണോ പോയി നോക്കിയത്? ഒന്നുമില്ലാത്ത കാര്യത്തിന് എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കിടന്ന് പറഞ്ഞത്? മേഘന ഒന്ന് അവിടെ നിന്നേ. എന്തു പറ്റി ചെറിയമ്മേ? ഇതുവരെ നീ എവിടെ പോയി കിടക്കായിരുന്നടി? ചോദിച്ചത് കേട്ടില്ലേ? എവിടേക്കാണ് പോയിരുന്നെന്ന്? അയലുണങ്ങാനിട്ട തുണികൾ എടുക്കാൻ പോയതായിരുന്നു. സുദീപ് കുറെ ഏറെ നേരമായിട്ട് നിന്നെ ഇവിടെ കാണുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. അതിനിപ്പോ ഞാനെന്ത് പറയാനാ? അവൻ എന്നെ കണ്ടിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും ചെറിയമ്മേ. കാര്യമില്ലെന്ന് സുദീപ് അങ്ങനെ പറഞ്ഞു. ചെറിയമ്മേ, അവളേതായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ ഒന്നും വേണ്ട. മേഘനെ, നിന്റെ കയ്യിലെ മുറിവ് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലേട്ടാ, വേദന കുറവുണ്ട്. എവിടെ? നിന്റെ ആ കൈ ഒന്ന് കാണിച്ചേ.
എന്തിനാ മടിക്കുന്നേ? ആ കൈ ഒന്ന് കാണിക്കേ. പെയിൻ എപ്പോഴും ഉണ്ടോ? കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ? മരുന്നൊക്കെ സമയത്ത് കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. ശരി മേഘനെ, നീ റൂമിലേക്ക് വെക്കോ. മിഥുൻ എന്താ മേഘനയോട് ഭയങ്കര സ്നേഹം? മഞ്ജരി കാണാത്തോണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിൽ ഈ കരുതലും സ്നേഹമൊക്കെ കണ്ട് മഞ്ജരി മലേറിയ വന്ന പേഷ്യന്റിനെ പോലെ ആട്ടിമൂടി നിന്ന് വിറച്ചേനെ. അതിരിക്കട്ടെ, എന്താ വിശേഷം? എല്ലാം എല്ലാരോടും പറയാൻ പറ്റില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ എന്റെ ഡീറ്റെയിൽസ് എല്ലാം നിന്നോട് പറയണം? എന്താ മമ്മി, പട്ടാപ്പകല് കണ്ണും തുറന്നിരുന്ന മമ്മി എന്തോ സ്വപ്നം കാണുമെന്ന് തോന്നുന്നല്ലോ. അതൊന്നും അല്ലടി, പറന്നു കളിക്കുന്ന പട്ടത്തിന്റെ നൂലും നൂലാമാല എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കായിരുന്നു. എവിടെയാ മമ്മി അതിനിപ്പോ പട്ടം പറപ്പിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. ആ പ്രിയംവദ ഞാൻ ഉദ്ദേശിക്കുന്ന പട്ടമാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന നൂലും നൂലാമാലയും മറ്റെവിടെയോ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാ പ്രിയംവദയുടെ കുടുംബം എന്റെ കയ്യിലിരിക്കും. അതെങ്ങനെയാ? ഒന്നുമില്ലടി, ഇന്നാ സേട്ടിന്റെ കടയുടെ വാതുക്കയിൽ വന്നപ്പോ ആ പ്രിയംവദയെ നീ ശ്രദ്ധിച്ചായിരുന്നോ? എപ്പോഴും തമ്പുരാട്ടിയെ പോലെ നെകളിച്ച് ഞെളിഞ്ഞ് നടക്കുന്ന പ്രിയംവദ ഇന്ന് കയത്തിൽ വീണ കാട്ടാനെ പോലെയല്ലേ നമ്മുടെ മുന്നിൽ നിന്ന് കറങ്ങിയത്. അവളുടെ ആ പരുങ്ങലിനും പതുങ്ങലിനും പുറകില് എന്തോ ഒരു പന്തികേടുണ്ട്. അവള് ചെയ്യുന്ന ആ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ കടമ. ഓ, ഇപ്പോഴല്ലേ പിടികിട്ടിയത്. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏത് സ്വിച്ചിട്ടാലാണ് ആ ബൾബ് കത്തുന്നെന്നുള്ളത് കണ്ടുപിടിക്കണം, അതല്ലേ? അത് തന്നെ. ഉദാഹരണങ്ങൾ വേറെയാണെങ്കിലും പറഞ്ഞു വന്ന കാര്യം അത് തന്നെയാ. പക്ഷെ ആ സ്വിച്ച് ഇപ്പൊ എവിടെയായിരിക്കും? ഈടി ആ സേട്ടിന്റെ കടയില്ല അവിടെ. എന്തെങ്കിലും ഒരു കൺകെട്ട് വിദ്യ കാണിച്ച് അവനെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവന്ന് കാര്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പിന്നെ പ്രിയംവദ നമ്മുടെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങും. നിന്റെയും വിവേകിന്റെയും കല്യാണം നടത്താന്നും പറഞ്ഞ് അവള് വന്ന് എന്റെ കാല് പിടിക്കും. എന്താ ചാരു, ക്ലാസ്സിന് പോകുന്നൊന്നും തെറ്റില്ല. പക്ഷെ ക്ലാസിന്റെ പേരും പറഞ്ഞോണ്ട് നീ ഇങ്ങനെ കണ്ട നേരത്ത് കയറി വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഗ്ലാസും പാത്രം ആര് കഴുകും? എന്റെ മോള് ഇങ്ങനെയുള്ള ജോലിയൊന്നും ഇതുവരെ ശീലിച്ചിട്ടില്ല. എന്റെ നടുവേദന കാരണം എനിക്കൊന്ന് എണീറ്റ് നിൽക്കാനും വയ്യ. അപ്പൊ പിന്നെ നീ തന്നെ വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ചെയ്തോളാം ചെറിയമ്മേ, ഞാനിതൊക്കെ ചെയ്തിട്ടേ കിടക്കുള്ളൂ. ഇവൾ ഈ ക്ലാസിന്റെ പേരും പറഞ്ഞ് വിവേകിനെ കരണ്ടടിപ്പിക്കാൻ പോണതാണോ എന്ന് ആർക്കറിയാം. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല മമ്മി. നീ ഒന്ന് ചുമ്മാതിരിക്കുവേണേ. ആ പ്രിയംവദയും മഞ്ജരിയും നമുക്ക് വാക്ക് തന്നിട്ടുള്ളതാ. വിവേക് തന്നെ അടി നിന്റെ ഭർത്താവ്. പക്ഷെ അവള് വാക്ക് മാറ്റാതിരിക്കണമെങ്കിൽ അവളെ ഒന്നുകൂടെ ഒന്ന് നമ്മുടെ വരുതിക്ക് വരുത്തണം. അതൊക്കെ ഈ അരുന്ധതി വരുത്തു. സുദീപേ, പാചകം കഴിഞ്ഞെങ്കിൽ പറയണം, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനാ. മേഘന ചേച്ചി,
ചേച്ചിക്ക് കൈവയ്യല്ലോ, അതുകൊണ്ട് ചേച്ചിയുടെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ നോക്കിയേ, ഇതാണ് ചേച്ചിയുടെ കറി. താങ്ക് യു സോ മച്ച് സുധീർ. മേഘന ചേച്ചി എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നേ? എന്നാ ശരി, ഇപ്പൊ വീട്ടിലുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. ആ ആയിക്കോട്ടെ ചേച്ചി. മേഘനെ, കുറച്ച് നാളായില്ലേ നിനക്കൊരു പണി തന്നിട്ട്? ഇപ്പൊ അതിനൊരു അവസരം ഒത്തു വന്നിരിക്കുക. വെയിറ്റ് ആൻഡ് സീ. സുദീപ്, എല്ലാരും എത്തി. ഡിന്നർ റെഡിയല്ലേ? ദേ ഇപ്പൊ കൊണ്ടുവരാം. മേഘനെ, നിനക്ക് ഞങ്ങളോടൊപ്പം ഇവിടെ ഇരുന്ന് കഴിച്ചാ പോരെ? അത് വേണ്ട മിഥുനേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. കുഴപ്പമില്ല മേഘനെ, നീ വന്നിരിക്കേ. മേഘനയുടെ കൈ മുറിഞ്ഞപ്പോ തൊട്ട് മിഥുന്റെ സ്നേഹം കൂടിയിരിക്കുകയാണല്ലോ. അവൻ വീണ്ടും അവളിലേക്ക് ചായുവാണോ? എന്തു വന്നാലും അവൾ അവനിലേക്ക് അടുക്കാൻ പാടില്ല. ഇവിടെ നാട്ടി ഓടിക്കാൻ പോകുന്ന സാധനത്തിനോട് മിഥുന് സ്നേഹം ഉണ്ടാവാൻ പാടില്ല. ആ മോഹം അവനെ വലിയ വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കും. ഞാനുള്ളിടത്തോളം അതിന് വഴിയൊരുക്കില്ല. അത് എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല. മതി ആന്റി. മഞ്ജരി, ഇന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താ ആന്റി അത്? ഇന്ന് ഞാൻ തന്നെ അടുക്കളയിൽ കയറി നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡിഷ്. അങ്ങനെ എന്ത് സ്പെഷ്യൽ ആന്റി? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മളെ കഷ്ടപ്പെടുന്നത് ഒരു സുഖം. എന്നാലേ നമ്മുടെ സ്നേഹവും കരുതലും മറ്റുള്ളവരെ മനസ്സിലാക്കൂ. ഇത് മിഥുനും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എങ്കിലാ ഡിഷ് എവിടെ ആന്റി? സുദീപേ, ഞാൻ ഉണ്ടാക്കിയ കറി കൊണ്ടുവന്ന് മഞ്ജരിക്ക് വിളമ്പിക്കൊടുക്ക്. ദേ ഇപ്പൊ കൊണ്ടുവരാം. അത് ഞാൻ മഞ്ജരിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. മറ്റാരും അത് ചോദിച്ചു പോരുത്. അത് ഞാൻ മറ്റാർക്കും തരികയില്ല. അത്രയും വലിയ ഭാഗ്യം ഞങ്ങൾക്ക് വേണ്ടമോ? അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ നിനക്ക് ഉണ്ടാക്കാത്തത്. രക്ഷപ്പെട്ടു ഞാൻ.
ഇതിനകത്തല്ലേ മേഘനയ്ക്ക് വേണ്ടി ഞാൻ മുളകും ഉപ്പും കൂടുതൽ എടുത്തിട്ടത്. ഞാൻ വിളമ്പി കൊടുത്തോളൂ. ആ ആയിക്കോട്ടെ. ആന്റി, ഇത് ആന്റി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അതെ മഞ്ജരി, ഇന്റർനെറ്റിലൊക്കെ റെഫർ ചെയ്തിട്ടാ ഞാൻ ഇത് ഉണ്ടാക്കിയത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ? അയ്യോ, ഇത് മേഘനയ്ക്ക് ഉള്ളതാണെന്ന് കരുതി ഞാൻ ഇതിൽ എന്തൊക്കെയാ വാരിയിട്ട്. ഇപ്പൊ ആ കുഴിയിൽ ഞാൻ തന്നെ വീണല്ലോ.